ഈ നെറികെട്ട രീതിയിൽ ജീവിച്ചു പോകണമെന്നാണോ കുട്ടികൾ ചിന്തിക്കട്ടെ? അതൊരു 2 മാസക്കാലത്തിനപ്പുറം ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു എന്ന് തന്നെ ആളുകൾ മറക്കും. പടം പണ്ടും പല കാരണങ്ങൾ കൊണ്ട് ഹൗസ്ഫുള്ളായ പടങ്ങൾ ഈ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 മണിക്കൂറോളം തലവേദനയാണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയത്. എന്ത് എന്റർടൈൻമെന്റ് ആണ് ഈ ജിങ്കാന സിനിമയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. താങ്കൾ പഴം വീഴിയതുപോലെ ഇരുന്നുകൊണ്ടായി എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ സിനിമ കാണുന്ന നേരത്തെ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്നാണ്. ഇപ്പത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ പോവുക, ഡൽഹിയിൽ പോവുക, കോളേജിൽ അടിച്ചു പൊളിക്കുക, കള്ളു കുടിക്കുക. ആ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല നല്ല വിഷയങ്ങളാണ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. ജിങ്കാന ഈ ഹൗസ്ഫുള്ളായ ഈ സിനിമ 2.5 മണിക്കൂർ എനിക്ക് തലവേദനയാണ് സൃഷ്ടിച്ചത്. വൈകാതെ തിയേറ്ററുകളൊക്കെ വല്ല ഹോട്ടലോ ഓഡിറ്റോറിയം ആയിട്ട് കാണേണ്ടി വരും, അത്ര തന്നെ. ഈ ജിങ്കാന പോലുള്ള സിനിമകൾ കേരളം വാഴുമോ? ഇന്ന് കേരളത്തില് വളരെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ജിങ്കാന. ജിങ്കാന എന്ന് പറഞ്ഞ സിനിമ എത്രത്തോളം മനോഹരമാണ്, അല്ലെങ്കിൽ ജിങ്കാന എത്രത്തോളം ഗംഭീരമാണ് എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. പാലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. നമ്മൾ ഈ ഒരു വിഷുവിനെ അടുപ്പിച്ച് ഏകദേശം 2, 3, 4, 5 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതില് എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ വിഷു കാലഘട്ടത്തിൽ തിയേറ്ററിൽ റൺ ചെയ്തിട്ടുള്ള സിനിമയാണ്. ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ മരണമാസി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ അജിത്തിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സിനിമകളും ഇറങ്ങി നമ്മൾ എല്ലാ സിനിമകളും കാണുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ ഒരു വിഭാഗം ആളുകൾ അത് ഈ ജിങ്കാന ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു, ജിങ്കാന ഗംഭീരമാണ്, ജിങ്കാന നല്ല സിനിമയാണ് എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ യോജിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ തികച്ചും ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് ഇത് ആളെ വെട്ടിയാക്കുന്ന തരത്തിലേക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അതിൽ ഒരു തരത്തിലുള്ള ഒരു കഴമ്പില്ല, ഒരു കഥയില്ല. അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സിനിമ കാണുക എന്ന് പറഞ്ഞ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കല, അതിനപ്പുറം അതിനു വേണ്ടി മാത്രല്ലേ പോകുന്നത്. പറയൂ, അതിലിപ്പോ ഒരു കഥ ഉണ്ടാവണമെന്ന് പറയുന്നത് ഇപ്പൊ എന്താ? അങ്ങനെയല്ല, വിനോദത്തിനായിട്ട് മാത്രം കഥ വേണം. ഏതൊരു സിനിമയിലും കഥ വേണമെന്നുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലുപരി നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത്, ഒരു സിനിമയാവട്ടെ നാടകമാവട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ, സമൂഹത്തിന് വളരെ വലിയ ആശയങ്ങൾ എന്താ പറയാ ജനങ്ങൾക്ക് നൽകുന്ന ഒരു മാധ്യമമാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സിനിമയിലൂടെ എന്ത് ആശയമാണ് നൽകുന്നത്, അല്ലെങ്കിൽ എന്ത് എന്റർടൈൻമെന്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 മണിക്കൂറോളം തലവേദനയാണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയത്. എന്താ ആനന്ദന് പറയാനുള്ളത്? അതെ അതെ, തീർച്ചയായും നിങ്ങളുടെ ഈ അഭിപ്രായത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു സിനിമ കണ്ട് അടിപൊളി സിനിമയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ അവർക്ക് പറയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എത്ര മനോഹരമായ സിനിമയാണ് ചെയ്തിട്ടുള്ളത്, എത്ര നിറഞ്ഞുല്ലസിച്ച് ചിരിക്കാനുള്ള ഓരോ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ നമുക്ക് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്റർടൈൻമെന്റ് ആണ് ഈ ജിങ്കാന സിനിമയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഈ ജനങ്ങൾക്ക് എന്ത് എന്റർടൈൻമെന്റ് ആണ് നൽകുന്നത്? ഞാൻ പറയട്ടെ, ഈ ഒരു വിഷു കഴിഞ്ഞതിന് ശേഷം ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നു, അതിന് മാത്രം എന്താണ് അതിനുള്ളത്? ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന സിനിമകൾ മോശമാണോ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന സിനിമകൾ ഇന്നത്തെ യുവതലമുറകൾ ഏറ്റെടുക്കുന്ന സിനിമകൾ മോശമാണോ എന്നല്ല അതിന്റെ അർത്ഥം. മഞ്ഞുമേൽ ബോയ്സ് പോലെയുള്ള ആവേശം പോലെയുള്ള രസകരമായ സിനിമകളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഈ ജിങ്കാന എന്താണ് നൽകുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതാ എന്താണ് അതിനോട് നിങ്ങൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ മാത്രം ജിങ്കാനയിൽ എന്താ ഉള്ളത്? എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്, എത്ര തമാശ മനോഹരമായ. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ആ ഒരു നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ചിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ വന്നത്? ചിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ചിരിക്കുക എന്ന് പറഞ്ഞു ചിരി മാത്രമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലാക്കാൻ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉൾക്കൊള്ളണ്ടേ, സൊസൈറ്റിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്റ്റഡ് ആവണ്ടേ. ഒന്നുമില്ലാത്ത താങ്കൾ പഴം വീഴിയതുപോലെ ഇരുന്നുകൊണ്ടായില്ല. എന്താണ് അഭിപ്രായം പറയേണ്ടത്? അനിവാര്യമല്ലേ? പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ താങ്കൾ ഈ കുറ്റം പറയുന്നത് ഈ 28 കോടിയോളം രൂപയുടെ മുകളിൽ പോയി സിനിമ കളക്ഷൻ നേടിക്കൊണ്ട് നിൽക്കുകയാണ്. 28 കോടിയോളം കളക്ഷൻ നേടിയ ഒരുപാട് പേര് നല്ല റിവ്യൂസ് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെല്ലാം അച്ചടക്കമല്ല ഒന്നിച്ച് ആക്ഷേപിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഞാൻ തികച്ചും പറയുന്നത് ഒരു 2 മാസക്കാലത്തിനപ്പുറം ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു എന്ന് തന്നെ ആളുകൾ മറക്കും. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക വിഷയമാണ് ആ സിനിമയിൽ. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ മലയാള സിനിമയിൽ വളരെയധികം ഹിറ്റായി നല്ല അടിപൊളിയായി മാറിയ ഒരു സിനിമയാണ് പ്രേമലു. ഈ പ്രേമലു എന്ന സിനിമയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, പ്രത്യേകിച്ച് എനിക്കും അതിൽ ഒരു കഥയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ എന്ത് കഥയാണ്, എന്താണ് സംഭവം അതിലുള്ളത്, അതിലെന്താണുള്ളത് പറയും.
എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ സിനിമ കാണുന്ന നേരത്തെ കിടന്ന് ഉറങ്ങുമായിരിക്കാം എന്നാണ്. കാരണം കിടന്ന് ഉറങ്ങുന്ന രീതിയിലുള്ള സിനിമകളൊന്ന് ഉറങ്ങണ്ടേ? ഇത്തരത്തിലുള്ള സിനിമകൾ വന്നാൽ ഒരു തവണ നമ്മളെ ഷൈൻ നിഗത്തിന്റെ ഒരു സിനിമ ഇറങ്ങണ്ടായി, ഉല്ലാസം. എല്ലാവരും അതിനെ കുറ്റം പറയുകയുണ്ടായി, കുറെ ആളുകൾ കുറ്റം പറയും. അതിലൊരു നല്ല കഥയുണ്ടായിരുന്നു, അതിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയ രീതികൾ നന്നായിരുന്നു. ഇതെന്താ നമ്മൾ സിനിമ കഴിഞ്ഞോ എന്ന് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ എന്താ സംഭവിച്ചു, സിനിമ കഴിഞ്ഞോ? പക്ഷേ ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ, ഓരോ പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉള്ളത്. ഇപ്പൊ താങ്കൾ പറയുന്ന ഈ സിനിമ അടിപൊളിയാണ്, ആ സിനിമ മോശമാണെന്നുള്ളത് താങ്കളുടെ അഭിപ്രായമാണ്. അല്ല, ന്യൂജൻ സിനിമകളെ കുറിച്ച് എന്താ പറയുന്നത്? ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുമുള്ള ഒരു ആശയവും നൽകാത്ത, ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഇത്തരം സിനിമകളെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയും? ഇപ്പത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് സിനിമകൾ ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ നിലപാട് ഞാൻ വ്യക്തിഗതമായി ഞാൻ എതിർക്കുന്നു. എന്തുകൊണ്ട്? ഇപ്പോഴത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് സിനിമ ഇറങ്ങുന്നത്. കാരണം ഇപ്പോഴത്തെ തലമുറയിൽ നിലവാരമില്ലാത്ത രീതിയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ഇറക്കുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ തലമുറ നിലവാരമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ന്യൂജൻ കാലഘട്ടത്തിൽ നിലവാരമുള്ള എത്രയോ ആളുകളുണ്ട്. അവർ എത്രയോ സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും സിനിമയകത്ത് ഇത് കുറെ കള്ളും കഞ്ചവും മദ്യവും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ കുറെ അടിയും പിടിയും ഇടിയും, പിന്നെ അതില് ആവേശം സിനിമ വളരെ മനോഹരമാണെന്നുള്ള താങ്കൾ പറഞ്ഞല്ലോ. കഥയ്ക്ക് അനുയോജ്യമായ കണ്ടന്റ് ആയിരുന്നു അത്. ആ കഥയ്ക്ക് 4 ചെറുപ്പക്കാരെ ഞാനൊന്ന് പറയട്ടെ, ആവേശം പോലെയുള്ള ഒരു സിനിമയാണ് ഇന്നത്തെ കാലത്തുള്ള ടീനേജേഴ്സ് പോലുള്ള കുട്ടികൾ പോയി കാണുന്നുണ്ടെങ്കിൽ എന്താണ് അവർ കാണുന്നത്? ബാംഗ്ലൂരിൽ പോവുക, ഡൽഹിയിൽ പോവുക, കോളേജിൽ അടിച്ചു പൊളിക്കുക, കള്ളു കുടിക്കുക. ആവേശം സിനിമ മോശമല്ല, ആവേശ സിനിമ നല്ലതാ, നല്ലൊരു സന്ദേശം. ആവേശ സിനിമയിലെ സന്ദേശം എന്താണ്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു യുവാക്കളും കടന്നു ചെല്ലരുത്, ഇത്രയും മാരകമായിരിക്കും ഇത് എന്നുള്ളൊരു ഭയപ്പാട് ആ സിനിമ നൽകുന്നുണ്ട്. എവിടെ ഒരു സിനിമയെ ഉൾക്കൊള്ളാൻ സാധിച്ച ഒരു മാനസികമായി വ്യക്തിക്ക്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ആയിരിക്കാം, എന്നാൽ ആ സിനിമയിൽ ഓരോ മാസ് ബീജവും പാട്ടെല്ലാം കുത്തിക്കേറ്റി കുട്ടികൾ എന്താണ് കാണുന്നത്? കള്ളു കുടിച്ച് വഴിയിൽ വണ്ടി കളിച്ച് യൂട്യൂബിൽ തന്നെ എത്രയോ വീഡിയോസുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല നല്ല വിഷയങ്ങളാണ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്, എത്ര നല്ല സന്ദേശങ്ങളുള്ള കാര്യങ്ങൾ ന്യൂജൻ ആളുകൾ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ സിനിമയിൽ മാത്രം എന്താണ് ഇത്ര നിലവാരമില്ലാത്ത, ഈ ഇത്ര ഒരു എന്താ പറയുക, ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത, ഒരു 2.5 മണിക്കൂറുകളോളം തലവേദന സൃഷ്ടിക്കുന്ന കള്ളും കഞ്ചാവും കുടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഈ ആലപ്പുഴ ചിംകാര എന്ന് പറഞ്ഞ സിനിമയിലായാലും പ്രേമരുടെ ആയാലും അങ്ങനെ ഒരു സീൻ പോലും ഇല്ലല്ലോ. താങ്കൾ എവിടെ ഏത് സിനിമ വെച്ചാണ് ഈ പറയുന്നത്? സിനിമയിൽ അങ്ങനെയല്ലേ? ആകെ ഒരു സീൻ ഉപയോഗിക്കുന്നത് കാണിക്കുന്നില്ലേ? എല്ലാ സീനുകളിലും ഇവർ ഈ രീതികളിലേക്ക്, ഈ പ്രശ്നങ്ങളിലേക്ക്, മദ്യപാന പാർട്ടി തന്നെ അവിടെ നടത്തുന്നുണ്ടല്ലോ. ആ സിനിമയിൽ ചിങ്കാരയിൽ ഒരു മദ്യപാന പാർട്ടി തന്നെ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ എന്താ ചിന്തിക്കണ്ടേ? +2 തോറ്റി തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഈ നെറികെട്ട രീതിയിൽ ജീവിച്ചു പോകണമെന്നാണോ കുട്ടികൾ ചിന്തിക്കേണ്ടത്? അതാണോ നിങ്ങൾ യുവതലമുറ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കാനെടുക്കുന്ന രീതിയിലല്ലോ ആ പടം. അതിന് പ്രോത്സാഹിക്കുന്ന തരത്തിലാണ് ഇതിനൊക്കെ കാണിക്കുന്നത്. പക്ഷെ ആവേശ സിനിമയിൽ പ്രോത്സാഹനമല്ല, ക്ലൈമാക്സിലേക്ക് ഇത്രയും ഭീകരത അവിടെ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പറയും അത്തരം പോയ ഒരു സിനിമ. പക്ഷെ അത് താങ്കൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ആവേശം എന്ന സിനിമ പോട്ടെ, താങ്കൾ എന്തൊക്കെയോ പറയുന്നു, അത്രയും എനിക്ക് ആ ഒരു സിനിമ സത്യം പറയാനുള്ള നല്ല 100 കോടി ക്ലബ്ബുകാരെ സിനിമ ഞാൻ സമ്മതിച്ച് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ തികച്ചും ഞാൻ ആ സിനിമ കണ്ടപ്പോ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ 100% സപ്പോർട്ട് ചെയ്യാനോ ഇപ്പൊ ഒരുപാട് ഒരു ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വേറൊരു സംഭവമുണ്ട്, എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കോമൺ സംഭവമാണ്. എന്താന്ന് വെച്ചാൽ ഒരു സിനിമ അല്ലെങ്കിൽ എന്തൊരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസ് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഒരു 4 പേര് കണ്ടാന്ന് സപ്പോർട്ട് ചെയ്ത് അടിപൊളിയാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എല്ലാവരും അടിപൊളിയാട്ടോ. ടിക്കറ്റിന് ക്യൂ നിന്ന് നമ്മൾ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന പടങ്ങൾ
നിങ്ങളോട് പറയാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചെറിയ മക്കളായതുകൊണ്ട് പടം രസമുണ്ട്, ഹൗസ്ഫുൾ ആവുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. പടം പണ്ടും പല കാരണങ്ങൾ കൊണ്ട് ഹൗസ്ഫുൾ ആയ പടങ്ങൾ ഈ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. കമന്റ് ചെയ്തോളൂ. ഏതൊക്കെ പടങ്ങളാണ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഹൗസ്ഫുൾ ആക്കിയത് എന്ന് കമന്റ് ചെയ്തോളൂ. യാതൊരു നിലവാരമില്ലാത്ത എത്രയോ സിനിമകൾ കേരളത്തിൽ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. കമന്റ് ചെയ്യും, പറയൂ. താങ്കൾ ഇന്ന് രാവിലെ പഴംപരിയാണോ തിന്നത്? ഈ കാലഘട്ടത്തിലെ സിനിമയെ കുറിച്ച് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, സിനിമ കാണുക എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊന്നും ഒരു അക്ഷരം പറയാനില്ലേ? ഒരു ചെറുപ്പക്കാരനിരുന്ന് ഇന്നത്തെ തലമുറയുടെ സിനിമകളെ വാതോരാതെ പുകഴ്ത്തുന്നു. സിനിമകളെ പുകഴ്ത്തണം, സിനിമാ മേഖല നിലനിൽക്കണം. പക്ഷെ എത്രയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഈ നാട്ടിലില്ലേ? എത്രയോ ക്രിയേറ്റീവായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ ഈ നാട്ടിലില്ലേ? എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇത് ഏതോ ഒരു ചങ്ങാതി ഏതോ ഒരു സിനിമയിൽ എന്തോന്ന് കാണിച്ചു പറഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന സിനിമകളൊക്കെ സൂപ്പർ ആണെന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ ഒരു സിനിമയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റ് ആവുന്നുള്ള 100% ഉറപ്പാണ്. അല്ലാതെ വെറുതെ കുറെ കഥയുണ്ട്, കുറെ ഇങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞുകൊണ്ടൊന്നും സിനിമ ഹിറ്റ് ആവണമെന്നില്ല. ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദേശീയ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ട, ദേശീയ അവാർഡിൽ നിന്ന് പോയി ഓസ്കാർ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. ഏതാണെന്ന് അറിയുമോ? മോഹൻലാൽ അഭിനയിച്ചിരുന്ന ഒരു സിനിമയാണ്. ഏതാണെന്ന് അറിയുമോ? ഗുരു എന്ന് പറഞ്ഞ സിനിമ. ഈ ഗുരു എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എത്രത്തോളം വിജയം കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക വിജയമില്ലാത്തൊരു സിനിമയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട്? ആ സിനിമ നൽകുന്ന സന്ദേശം ഗംഭീരമാണ്. ആ സിനിമ ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്തായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു എന്ന് വരെ വെളിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ചർച്ച, അന്നത്തെ ഡയറക്ടേഴ്സിന്റെ ബ്രില്യൻസ്, അവർ ചിന്തിച്ച രീതികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ, എന്തിനേറെ പറയുന്നത് തെലുങ്ക് സിനിമകളാണ് കേരളത്തിൽ വന്ന്, അല്ലെങ്കിൽ കന്നഡ സിനിമകൾ, അല്ലെങ്കിൽ തമിഴ് സിനിമകളൊക്കെ വന്നിട്ടാണ് കേരളത്തിൽ ആളുകൾ അമ്പരപ്പിച്ച് പോകുന്നത്. മലയാളികൾക്ക് എന്താ കഥ എഴുതാൻ അറിയായിട്ടാണോ ഇത്തരത്തിൽ നാണം കെട്ട നെറികെട്ട 5 പൈസക്കില്ലാത്ത കഥകളുമായിട്ട് വരിക? ഇപ്പോ ഏതൊരുത്തണ്ടല്ലോ, ഒരു സിനിമാ നടന്റെ മകനാണ്, കണ്ട് കണ്ട ചവറുകൾ മുഴുവൻ വാരി സിനിമയാക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ആ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു തരത്തിലും ഒരു നിലവാരം, ഒരു സന്ദേശം നൽകുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന യുവജനതകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ സമയം കളഞ്ഞ് വെറുതെ ഇത്തരത്തിലുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിക്കരുത്. താങ്കൾ പറഞ്ഞല്ലോ മലയാളത്തിൽ നല്ല നിലവാരമുള്ള എഴുത്തുകാരുണ്ട്, നല്ല ഡയറക്ടേഴ്സിന്റെ കാര്യങ്ങളുണ്ടെന്നല്ലേ. അവർക്ക് പിന്നെ എന്തുകൊണ്ട് നല്ല കഥകൾ എഴുതി ഇതുപോലെ വിജയിപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? അതാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയം കടന്നു കളിക്കുന്നുണ്ട്, സിനിമക്കകത്തും ഒരു രാഷ്ട്രീയം കടന്നു കളിക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു ജനത മാത്രം അത് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അത് നിർമ്മിക്കുക, അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുക, ബാക്കിയുള്ളവരൊക്കെ അതിൽ അഭിനയിക്കുക, മണ്ടന്മാരായിട്ടുള്ള കുറെ ആളുകളെ പറ്റിച്ച് ഇത് കാണാൻ പ്രേരിപ്പിക്കുക. ഇപ്പൊ എന്തിനാണ് പറഞ്ഞത്? എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ഒരു കാലഘട്ടത്തിൽ. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ഈ വിഷുവിന് അടുപ്പിച്ചാണ് ഇറങ്ങിയിരുന്നത്. ആ സിനിമ എന്ന് പറഞ്ഞ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ അത്രത്തോളം ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല അത്രത്തോളം ഉണ്ടെന്ന്. ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലല്ലേ അതിന്റെ പ്രൊമോഷൻ വർക്കുകൾ നടന്നിരുന്ന ഒരു സമയത്ത്. അപ്പൊ ആ ലൂസിഫറിനോളം വരാത്ത എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, അത് 350 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുതിയ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സത്യമാണ്. ഇത് കോടികൾ വാരുന്നതും കോടികൾ കൊയ്യുന്നതും ആരാണ്? ഇതൊക്കെ പോയി കണ്ടിട്ട് മണ്ടന്മാരാകുന്ന സാധാരണ ജനങ്ങളാണ്. എന്തുകൊണ്ട് ഇപ്പോഴും എനിക്കൊരു കറക്റ്റ് ആൻസർ, നിങ്ങൾ ഈ യുവാക്കൾ എന്ന് പറയുന്ന ന്യൂ ജെൻ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് എനിക്കൊരു ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ട് ജിങ്കാന? എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട്? ഞാൻ വീണ്ടും ആ കാര്യം തന്നെ പറയുന്നു. ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പടം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ടീനേജേഴ്സിനെ വളരെയധികം ഉൾക്കൊടുക്കാൻ എന്താണ് അതിൽ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയം, അതായത് സിനിമയുടെ അന്തസത്തയ്ക്ക് അല്ലെ സിനിമയുടെ അകക്കാമ്പിനെ പുറത്തെടുക്കാത്ത രീതിയിൽ താങ്കൾ അതിൽ എന്താണ് എൻഗേജ് ചെയ്യിപ്പിച്ച? സോങ് ഓർ BGM ഓർ ഡയറക്ടർ ബ്രില്യൻസ്, അല്ലെങ്കിൽ ആക്ടിങ്, ഡയലോഗ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിലുള്ള യുവതാരങ്ങളെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ എന്താണ് ഒരു മോശം പറയുന്നത്? താങ്കൾ എന്താണ് താങ്കൾ പറയുന്നത്? ആരെയാണ് താങ്കൾ ഇത് മോശം പറയുന്നത്? വളരെ മനോഹരമായിട്ടുള്ള അതിലുള്ള പയ്യന്മാർ വളരെ അടിപൊളി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ പടത്തിൽ. പറയൂ, താങ്കൾ പറയൂ. വാനപ്രസ്ഥം എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു സിനിമ, മമ്മൂട്ടിയുടെ മൃഗയ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ, പ്രഭാസിന്റെ ബാഹുബലി പോലെയുള്ള സിനിമ, ഇപ്പൊ അടുത്തിറങ്ങിയ കാന്താര പോലെയുള്ള സിനിമ, അവരൊക്കെയാണ് സത്യത്തിൽ അഭിനയിക്കുന്നത്, ഫ്രാൻസ് എന്ന് പറഞ്ഞ സിനിമ. അതെല്ലാം വൻ ബഡ്ജറ്റ് പടങ്ങളാണ്. ഇത് വെറും 12 കോടി മാത്രം. കാന്താര സിനിമ 10 കോടി കൊണ്ട് ചെയ്ത സിനിമ. കാന്താര സിനിമ വെറും 10 കോടി.
താങ്കൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അതിൽ പറ്റിയത് എന്ത് മിസ്റ്റേക്ക്? വൻ ബഡ്ജറ്റിൽ വൻ ബഡ്ജറ്റ് കളക്ട് ചെയ്തു. പക്ഷെ ചിത്രീകരിച്ച് വളരെ ചുരുങ്ങിയ സിനിമ കൂടെ. കാരണം കഥ എഴുതിയതും ഡയറക്ട് ചെയ്തതും അഭിനയിച്ചതൊക്കെ ഒരാളായിരുന്നു. പക്ഷെ കാന്താര തികച്ചും വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. അതിലെന്ത് ന്യൂജൻ സംഭവം അതിലുള്ളത്? നിങ്ങൾക്ക് ആവേശം കൊള്ളിച്ച് എന്താണ് സംഭവം മനസ്സിലാക്കണം. ന്യൂജൻ എന്താണ് അതിലുള്ളത്? നിങ്ങൾ ഈ ന്യൂജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവേശം നൽകി എന്താ കാന്താരയുള്ളത്? താങ്കളെ പോലുള്ള ആൾക്കാരുടെ മെന്റാലിറ്റിക്ക് ഒരു വ്യത്യാസമുണ്ട്. താങ്കൾ മനസ്സിലാക്കണം. ഈ ന്യൂജൻ പിള്ളേരെ എന്റർടൈൻ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂജൻ? ഇങ്ങനെയുള്ള പടങ്ങൾ മാത്രമല്ല ഞങ്ങളെ പോലുള്ള ന്യൂജൻ പിള്ളേരെ എന്റർടൈൻ ചെയ്യുന്നത്. ഇപ്പൊ ആവേശം പോലുള്ള സിനിമകൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ അഭിനയിച്ചിട്ടുള്ള പടങ്ങളാണല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ആവേശത്തിന് അടിപൊളിയാണെന്നുള്ളത്. ഈ ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഓണത്തിന് ഇറങ്ങി ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് സത്യം പറയാം ബസൂക്ക നന്നായി ഇഷ്ടപ്പെട്ടു. ബസൂക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. ബസൂക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബസൂക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. അതേപോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ഞാൻ കാണുന്നത്, ഞാൻ അഗ്ലി മറ്റേ സിനിമ നന്നായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മരണമാസ് നിലവാരം കുറഞ്ഞ സിനിമയാണെങ്കിലും അതിലും ഉണ്ടായിരുന്നത് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒന്ന് രണ്ട് കൂതറ തമാശയാണെങ്കിൽ പോലും നമ്മളത് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജിങ്കാന ഈ ഹൗസ്ഫുള്ളായി ഓടിയ ഈ സിനിമ 2.5 മണിക്കൂർ എനിക്ക് തലവേദനയാണ് സൃഷ്ടിച്ചത്. എന്താണ് അതിൽ? ഞാൻ തികച്ചു പറയുമ്പോൾ എന്റെ കൂട്ടുകാരായാലും ഞാൻ ഒരുപാട് റിവ്യൂസിലെല്ലാം ഞാൻ കണ്ടു. എല്ലാവരും പറഞ്ഞ സിനിമ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ, എത്ര അടിപൊളിയായിട്ടുള്ള സിനിമയാണ്. വാച്ച് നോക്കിയിരിക്കുകയാണ് ഞാൻ ആ സിനിമ. ഇതുപോലെ ആലപ്പുഴ ജിങ്കാന എന്നൊരു വളരെ മനോഹരമായ തമാശ നിറഞ്ഞ ഈ ഒരു സിനിമയെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താ തമാശ? താങ്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ തമാശ എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡബിൾ മീനിങ് പറയുന്നതാണ് ഇന്നത്തെ കാലത്തെ തമാശ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതാണോ ഉദ്ദേശിക്കുന്നത്? ഡബിൾ മീനിങ് പറയുന്നതാണ് ഇന്നത്തെ തമാശ. അങ്ങനെയുള്ള തമാശകൾ മാത്രമാണോ താങ്കൾ ഇതിൽ കണ്ടത്? ആണെങ്കിൽ താങ്കൾ ഒന്ന് പറയൂ. അല്ലാത്ത എന്ത് തമാശയുള്ളത്? ഇത് തന്നെ അതിന് ഒരു തമാശ എന്താ ഉള്ളത്? എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇതുപോലുള്ള ബോക്സിംഗ് പോലുള്ള സിനിമകളൊന്നും ഇഷ്ടമില്ല. ബോക്സിംഗ് പോലെയുള്ള സുബ്രഹ്മണ്യ സൺ ഓഫ് മഹാലക്ഷ്മി അടിപൊളി സിനിമയായിരുന്നു, ഗംഭീര സിനിമയല്ലേ? ഒരു സ്പോർട്സ് സ്റ്റൈലുള്ള സിനിമയാണ്. എന്തിനാണ് പറയുന്നത്? ദിലീപിന്റെ സിനിമ സ്പീഡ് എന്ന് പറഞ്ഞ സിനിമ. അതേപോലെ തന്നെ മറ്റൊരു സിനിമ എന്താണ് പറയാ, ഏതായിരുന്നു? ഗോദ, ടൊബിനോ അഭിനയിച്ചിരുന്ന സിനിമ ഗോദ. അതൊക്കെ ഒരു സ്പോർട്സ് മെന്റാലിറ്റിയുള്ള സിനിമകളല്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെന്താ ഉള്ളത്? കുറെ സീൻസുകൾ, കുറെ വീഡിയോസുകൾ കൂട്ടിച്ചേർത്തിട്ട് ഗംഭീര ആഹാ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ഉദ്ദേശം ഞാൻ കറക്റ്റ് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് വെളിപ്പെട്ടിട്ടില്ല എപ്പോഴും. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും പേർ അടിപൊളിയാണ്, മനോഹരമാണ്. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതുപോലൊരു മനോഹരമായ സിനിമ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്? എന്ത് മനോഹാരിത! ഈ പറയുന്ന പോലെ യുവനിരകളെ അണിനിരത്തിക്കൊണ്ടാണല്ലോ ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ചെയ്തത്. അതേപോലെ ഈ യുവനിരകളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണല്ലോ ആവേശം പോലുള്ള സിനിമകൾ ഇറക്കിയത്. പ്രേമലുവിനെ കുറിച്ച് അയ്യോ, 100 കോടി ക്ലബിൽ കയറിയ വളരെ മനോഹരമായ, ഏത് പ്രായക്കാരെയും, ചെറിയ കുട്ടികളെയും വലിയവരെയും മുതിർന്നവരെല്ലാം ഒരുപോലെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച ഒരു അടിപൊളി സിനിമയാണ് പ്രേമലു എന്ന സിനിമ. അത് താങ്കൾ ആരോട് ചോദിച്ചാലും ആരോട് എങ്ങനെ പറഞ്ഞാലും ആരും ഇതിനെ നെഗറ്റീവ് പറയുന്ന ഒരാളെ ഇമാജിൻ. താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ പറയാൻ കഴിയുന്നത്? പ്രേമലു പോലെ മനോഹരമായ ഒരു സിനിമ മോശമാണെന്നുള്ളത്? പ്രേമലു പോലുള്ള സിനിമകൾ ഞാൻ പറയട്ടെ, കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത സിനിമയാണ് പ്രേമലു. തീർച്ചയായും. എന്ത് നെഗറ്റീവാണ് കാര്യം പറയട്ടെ, എത്ര ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാരെ വരെ ഒരുപാട് എന്റർടൈൻ ചെയ്യിച്ച വളരെ മനോഹരമായ ഒരു നല്ല കഥയുള്ള നല്ലൊരു തമാശ നിറഞ്ഞ എന്ത് ഫണ്ണി എന്റർടൈൻ ആയിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ വളരെ സന്തോഷത്തോടെ പറഞ്ഞൊരു പടമാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പടം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു പടം തന്നെയാണ് പ്രേമലു. എന്നാൽ ഈ പ്രേമലുവിനെ പോലെയുള്ള മനോഹരമായ ചിത്രങ്ങളൊക്കെ കുറ്റം വരാൻ താങ്കളെ പോലുള്ളവർക്ക് അല്ലാതെ പിന്നെ ആരെ കൊണ്ട് പറ്റും? ഇത്രയും അടിപൊളിയായ സിനിമ താങ്കൾ പറയും. താങ്കൾക്ക് അവസരം നമ്മൾ എന്തായാലും നൽകുന്നതാണ്. താങ്കളെ കൊണ്ട് എന്തായാലും പറയാൻ പറ്റും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും മനോഹരമായ സിനിമകളെ പറ്റി കുറ്റം പറയാൻ തികച്ചും ലജ്ജാവഹമായ കാര്യങ്ങൾ തന്നെ. സുഹൃത്തെ പറയൂ, എനിക്ക് സഹിക്കുന്നില്ല, പറയൂ. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത സിനിമ തന്നെയായിരിക്കാം പ്രേമലു. പ്രേമലുവിന്റെ എന്താ സിനിമയുടെ അർത്ഥമുണ്ട്? താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ഈ സമൂഹം, സമകാലിക സമൂഹം ഏറ്റെടുക്കുമോ? സ്വന്തം
എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളം സിനിമ നശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിൽ അർത്ഥമില്ലാത്ത, ഒരു തുടക്കമില്ലാത്ത, നല്ലൊരു ഒടുക്കമില്ലാത്ത, ഒരു വൃത്തിയുള്ള ആശയമില്ലാത്ത, നല്ല കഥയില്ലാത്ത, നല്ല അഭിനേതാക്കളില്ലാത്ത, ഇങ്ങനെ മലയാള സിനിമ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് പഴയ തലമുറയിൽപ്പെട്ട നടന്മാരാണെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട നടന്മാരാണെങ്കിലും എല്ലാവരും നല്ല കഥ തിരഞ്ഞെടുക്കുന്നില്ല, പ്രൊഡ്യൂസേഴ്സ് നല്ല കഥ തിരഞ്ഞെടുക്കുന്നില്ല. ആ രീതിയിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. തികച്ചും അനുകൂലിക്കാനാവാത്ത കാര്യങ്ങളാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമ അന്നായാലും ഇന്നായാലും ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ, ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, ആൾക്കാരെ അതിലങ്ങോട്ട് എന്താ പറയാ, ആ ഒരു രീതിയിൽ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഹിന്ദി സിനിമകൾ ഇപ്പോൾ തീരെ ഇറങ്ങാതായത്. കാരണം ഹിന്ദി സിനിമകൾക്ക് മാർക്കറ്റ് ഇല്ലാതായി ഏറ്റവും അവസാനം. കാരണം നല്ല നല്ല കഥകൾ ഉണ്ടായിരുന്ന സിനിമകൾ ഹിന്ദിയിൽ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. പിന്നീട് അതിൻ്റെ നിലവാരം മാറി. പിന്നീട് പ്രത്യേകിച്ച് കഥകളില്ലാത്ത കുറേ രംഗങ്ങളും കുറേ വീഡിയോസുകളും കുറേ പാട്ടുകളും പിന്നെ ഒരു അർത്ഥവും കുന്തവും ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമയുടെ ഒരു എന്താ പറയുക രീതി തന്നെ മാറി. പിന്നീട് കാഴ്ചക്കാരില്ലാതായി മാറി. അപ്പോഴാണ് ഇവിടെയൊക്കെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വളർച്ച എന്ന് പറയുന്നത് സത്യത്തിൽ. അപ്പോൾ മലയാള സിനിമയും വൈകാതെ തിയേറ്ററുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളൊക്കെ അടച്ചുപൂട്ടി ഓഡിറ്റോറിയങ്ങളാക്കി എന്ന് പറഞ്ഞ പോലെ വൈകാതെ തിയേറ്ററുകളൊക്കെ വല്ല ഹോട്ടലോ ഓഡിറ്റോറിയമൊക്കെ ആയിട്ട് കാണേണ്ടി വരും, അത്ര തന്നെ. അപ്പോൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിൽ എത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ സത്യത്തിൽ അധപതനത്തിലേക്ക് പോകുന്നുണ്ടോ? മലയാള സിനിമ സത്യത്തിൽ അധപതനത്തിലേക്ക് പോകുന്നുണ്ടോ? ഈ ജിങ്കാന പോലുള്ള സിനിമകൾ കേരളം വാഴുമോ? അല്ലെങ്കിൽ ഇത്ര അർത്ഥശൂന്യമായ പല കഥകളും ഇനിയും മലയാളത്തിൽ വരുമോ? ഇത് എൻ്റെ ഒരു നിലപാടാണ് പറയുന്നത്. നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും ചിന്തകളും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രേക്ഷകരിൽ എത്രത്തോളം പേര് ഇത്തരത്തിലുള്ള നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് ശരിയായ രീതിയിലാണോ, ശരിയായ വഴിയിലാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകർ മാക്സിമം കമന്റുകൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. മലയാള സിനിമ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് നമുക്കൊന്ന് നോക്കാം. സിനിമകൾ ആശയത്തിന് പ്രാധാന്യം നൽകുന്നതിനുപരി ആസ്വാദനത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു.